ചോദ്യം ഉണ്ട്, എടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാടാ ഇജ്ജ് പറയാൻ? എങ്ങനാടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ? ആരോടായി ചോദിക്കുന്നത്? തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട്. ആ കാലഘട്ടത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ശൈഖ് അവരുടെ ചോദ്യം, എടാ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറയും? വഫീ ഖൽബിക കം ഇലാഹിൻ, വഫീ ഖൽബിക കം ഇലാഹിൻ, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരുണ്ടടാ? നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദുമാരൊക്കെ സാധാരണ പറയാറുണ്ടല്ലേ, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കുന്നതാണ് തെറ്റ്, ആരാധ്യന്മാരുമായി ബന്ധപ്പെടലാണ് തെറ്റ്. നമ്മളാരെയും ആരാധിക്കുന്നില്ല, നമ്മുടെ ഹൃദയത്തിൽ ആരാധ്യന്മാരാരും ഇല്ല, നമ്മളെല്ലാം അള്ളാഹുവിനെ മാത്രമാണ് ആരാധ്യനായി കാണുന്നത്. ശൈഖ് അവറുകൾ ചോദിക്കല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങനെ പറയും നീ? നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരുണ്ട്? എത്ര ആരാധ്യന്മാര് നിന്റെ ഹൃദയത്തിലുണ്ട്? ശൈഖ് അവറുകളുടെ ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായി അതിന് മറുപടി കൂടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? എടോ, കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക. നീ ആശ്രയം കാണുന്ന, അവലംബം കാണുന്ന, അല്ലാഹുവിന് പുറമെ നീ ആശ്രയിക്കുന്ന, നീ അവലംബം കാണുന്ന ഏതൊരു ശക്തിയും ഏതൊരു വസ്തുവും ഇലാഹ്, അത് നിന്റെ സ്വനമാടോ, വിഗ്രഹമാ. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ചെയ്യുന്ന പണി എന്താ? 10,000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10,000 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ഹൃദയം ആദ്യം ഒന്ന് ശുദ്ധമാക്കി, ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും ശക്തികളെയും വ്യക്തികളെയും അടിച്ച് പുറത്താക്കി, എന്നിട്ട് ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി, എന്നിട്ട് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ഉപകാരപ്പെടും മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാൻ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഞാൻ പറയാം. നമ്മളെ നാട്ടിൽ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഈ പറഞ്ഞ വാചകം ശരിക്കും ഉപകാരപ്പെടുത്തുന്ന ആരാ? മുജാഹിദുകള്. കാരണം നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ വിളിച്ചു തേടാനോ അവലംബിക്കാനോ ആശ്രയിക്കാനോ ഒരു ശക്തിയില്ല, അല്ലാഹ് മാത്രം. അതേ സമയത്ത് മറ്റുള്ളവരെ നോക്ക്, ഒന്ന് അനങ്ങിയ എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകൾ, ഒന്ന് കാലുവഴിക്ക മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്ന ആളുകൾ, പ്രയാസം വന്നാൽ എന്റെ മമ്പറത്തെ അല്ലെങ്കിൽ ഭീമാപ്പള്ളി ഔലിയ അങ്ങനെ തുടങ്ങുന്ന ആളുകളെ വിളിക്കുന്ന ആളുകൾ. അതേ സമയത്തോ അല്ലാഹു അക്ബർ എന്ന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറയുന്നു. മുഹീദ്ദീൻ ശൈഖ് ചോദിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് നാണില്ലടാ? വഫീ ഖൽബിക അൽഫ് മഅബൂദ്, നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ആരാധ്യന്മാരില്ലേ? എങ്ങനെയാടാ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? സുബ്ഹാന ജല്ല ജലാലുഹു. വല്ലാത്തൊരു വർത്താനാണ്, വല്ലാത്ത വർത്തമാനം. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, വേറെയും ചില വാചകങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശോധിക്കും. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി കൃത്യമായി നമ്മുടെ മുന്നിൽ രേഖപ്പെടുത്തരുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല. ഇത് വളരെ ഗൗരവതരമായി പഠിച്ചു വെക്കേണ്ടതാണ്. പക്ഷേ ശൈഖ് അവറുകൾ പറഞ്ഞൊരു വർത്താനുണ്ട്, നിന്റെ നാവും നിന്റെ ഹൃദയവും തമ്മിൽ യോജിക്കുന്നില്ലല്ലോ. ശൈഖ് അവറുകൾ പറയാൻ, മുസ്ലിമീങ്ങളോട് പറയാൻ, ലിസാനുക ലാ യുവാഫിഖു ഖൽബക, നിന്റെ ഹൃദയത്തോട് നിന്റെ നാവ് യോജിക്കുന്നില്ല, നിന്റെ ഖൗലിനോട് നിന്റെ ഫിഅലി യോജിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദര, ഞാനൊരു പാട്ടിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ പ്രസന്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വഭാവം പറഞ്ഞുതരാം. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങളെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടോന്നറിയില്ല, ഞങ്ങളെ കുറച്ചങ്ങോട്ട് പോയാൽ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ കാണുന്നതാണ് ദഫ്, കോൽക്കളി, അറബനമുട്ടൊക്കെ. ഇവിടെ അറബനമുട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ലേ? തിരുവനന്തപുരംകാർക്ക് പൊതുവെ ഈ അറബനമുട്ടുണ്ട് സംശയമുണ്ട്. അതില് ഒരു തുടക്കത്തിലെ പാട്ടുണ്ട്, തുടക്കം ആദ്യത്തെ പാട്ട്.
ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ രണ്ടാമത്തെ വരി കേൾക്കുമ്പോഴും ഏകദേശം മനസ്സിലാകും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചിത്രം എന്താണ്. ഈ ശൈഖ് അവറുകൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമായും അദ്ദേഹം പറഞ്ഞതിനെ ശക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹം. എന്താ? അഹദേ ഞങ്ങളെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാ, ചൊല്ലി സ്വലാത്തും സലാമും ചൊല്ലി ഇവിടെ നിരക്കട്ടെ യാ അല്ലാ. സ്റ്റാർട്ടിങ് അതാ. എന്തുകൊണ്ട്? അഹദേ ഏകനായ അല്ലാഹുവേ, ഇതാ ഞങ്ങളെ കഴിവിന്റെ മാക്സിമം ഇവിടെ പ്രവർത്തിക്കാൻ പോവാണ്, എന്നുവെച്ചാൽ പരിപാടി തുടങ്ങാൻ പോവാണ്. നിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടോ. ഇപ്പൊ അള്ളാഹിനോട് വിളിച്ചേ, അള്ളാഹിനെ വിളിച്ചല്ലോ, അള്ളാഹുവിനെ വിളിച്ചു. അതിന്റെ അർത്ഥം പ്രപഞ്ചനാഥനോട് സഹായം തേടുന്നൊരു വർത്തനായിരിക്കുമല്ലോ അത്. എന്നാ നെക്സ്റ്റ് വരിയിലേക്ക് വരുമ്പോ എന്താ? നാഗൂറാണ്ടവർ മീരാ സാഹിബ് ഔലിയ ഞങ്ങളെ കാത്തിടണേ, കാഞ്ഞിരമുറ്റം ശൈഖ് ഫരീദ് ഔലിയ ഞങ്ങളെ കാത്തിടണേ. ഇതാ മുയ്യിദ് ശീറമുള്ള പറഞ്ഞ എങ്ങനെയാടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ദൈവങ്ങൾ ഉണ്ടടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട. ഇതല്ലേ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി? ഇതല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റി? ഈ കമ്മ്യൂണിറ്റിയോടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൃത്യമായ ആശയം ഉൾക്കൊള്ളണമെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചതല്ലേ? എന്തേ മുസ്ലിങ്ങളെ ഉണരാത്തത്?